തെക്കൻ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. 60ഓളം പേർക്ക് പരിക്കേറ്റതായും ഗാസയുടെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. ഖാൻ യൂനിസിലെ അൽ മവാസി മേഖലയിൽ ടെന്റുകളിൽ കഴിഞ്ഞവർക്ക് നേരെയായിരുന്നു ആക്രമണം നടത്തിയത്. ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 20ഓളം ടെന്റുകൾ തകർന്നിട്ടുണ്ട്. സുരക്ഷിത ഇടമായി കണക്കാക്കിയിരുന്നിടത്തായിരുന്നു ആക്രമണം നടന്നത്. മധ്യ ഗാസയിൽ ഇന്നലെ ഉണ്ടായ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം 20 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു. നേരത്തെ ഇസ്രയേൽ സൈന്യം സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന പ്രദേശമാണ് അൽ മവാസി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലാണ് ആഭ്യന്തര പലായനത്തിന് നിർബന്ധിതരായവരിൽ അധികവും അഭയം പ്രാപിച്ചിരുന്നത്. അവിടേക്കാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണത്തിൽ ഏകദേശം 30 അടി ആഴത്തിലുള്ള ഗർത്തങ്ങൾ ഈ മേഖലയിൽ രൂപപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഖാൻ യൂനിസിലെ മാനുഷിക മേഖലയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ ഉൾപ്പെടുന്ന കമാൻഡ് കേന്ദ്രം പ്രവർത്തിക്കുന്നതായാണ് ഇസ്രായേൽ വാദിക്കുന്നത്. അതേസമയം മാനുഷിക മേഖലകളിൽ കമാൻഡ് സെന്റർ എന്ന ഇസ്രായേലിന്റെ ആരോപണത്തെ ഹമാസ് തള്ളുന്നുണ്ട്. നീചമായ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള നുണയാണിത്. തങ്ങളുടെ ഏതെങ്കിലും അംഗങ്ങൾ സിവിലിയൻ മേഖലകളിൽ ഉണ്ടോ എന്ന സൈനിക ആവശ്യങ്ങൾക്കായി ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്ന വാദം ഹമാസ് പലതവണ നിഷേധിച്ചതുമാണ്. ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകളാണിത്. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഗാസയിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കുകയാണ്. കൂടാതെ വെടിനിർത്തൽ കരാറിനെ തടസ്സം നിൽക്കുന്നതായി ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധവും അരങ്ങേറുന്നുണ്ട്. ഇതിനിടെയാണ് ഗാസയിൽ വീണ്ടും ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം കടുപ്പിക്കുന്നത്. ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഏകദേശം 40,988 പേർ കൊല്ലപ്പെടുകയും 94,825 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം വിദേശകാര്യമന്ത്രി ജയശങ്കർ പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യ GCC വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കവെയാണ് ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ഇന്ത്യ നിലപാട് വിശദീകരിക്കുന്നത്. ഗാസയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് അതിയായ ആശങ്കയുണ്ട്. നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ വേദനയുമുണ്ട്. ഭീകരവാദത്തെയും ബന്ദിയാക്കലിനെയും ഇന്ത്യ എതിർക്കുന്നുമുണ്ട്. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ പ്രശ്നപരിഹാരം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ ഏറ്റവും വലിയ ആശങ്ക ഗാസയിലെ യുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ല. ഭീകരവാദത്തെയും ബന്ദിയാക്കലിനെയും ഇന്ത്യ എതിർക്കുന്നു. നിഷ്കളങ്കരായ സാധാരണക്കാർ മരിച്ചു വീഴുന്നത് തുടരുന്നതിൽ ഇന്ത്യക്ക് അതിയായ ദുഃഖമുണ്ട്. മാനവിക തത്വങ്ങളെ കണക്കിലെടുത്ത് വേണം എല്ലാ പ്രതികരണങ്ങളും. വളരെ വേഗം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയുടേത്. ഫലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എവിടെയാണോ മാനവിക പ്രശ്നമുണ്ടാകുന്നത് ഞങ്ങൾ അവിടെ സഹായവുമായി എത്തുമെന്നും UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ചരിത്രവും സാംസ്കാരികവും പങ്കുവയ്ക്കലും ഇഴചേർന്ന സമ്പന്നമായ ബന്ധമാണ് ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി സന്ദർശനത്തിനിടെ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരുമായും ചർച്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ജയശങ്കർ ചർച്ച നടത്തി. റഷ്യ യുക്രൈൻ യുദ്ധപരിഹാരവുമായി ബന്ധപ്പെട്ട താൻ നിരന്തരം ബന്ധപ്പെട്ടുന്ന 3 രാജ്യങ്ങളെന്ന് ഇന്ത്യയാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ജയശങ്കർ ലാവ്റോവ് കൂടിക്കാഴ്ച നടന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.